അട്ടപ്പാടിയിലെ ഇരുളർ അവരുടെ പ്രകൃതിയെ സംരക്ഷിക്കാനുള്ള പോരാട്ടത്തിൻ്റെ ഭാഗമായാണ് ഈ ഇരുള നൃത്തത്തെ കാണുന്നത്. മല്ലീശ്വര വിദ്യാനികേതൻ്റെ നേതൃത്വത്തിൽ ഈ അടുത്ത സമയത്ത് ഒരു മെഗാ ഇരുള നൃത്തം സംഘടിപ്പിക്കുകയുണ്ടായി. രക്ഷിതാകർത്തുക്കളും ടീച്ചേഴ്സും കുട്ടികളും മറ്റ് അഭ്യുതകാംക്ഷികളും അടക്കുന്ന ആളുകൾ ഈ നൃത്തരൂപത്തിൽ പങ്കെടുത്തിരുന്നു. ഇരുളരുടെ ആഘോഷങ്ങളിലും അവരുടെ ദൈനംദിന ജീവിതവുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു നൃത്തരൂപമാണ് ഇത്. അവരുടെ സന്തോഷമായാലും ദുഃഖമായാലും അതെല്ലാം ഈ ഇരുള നൃത്തത്തിലൂടെയാണ് അവർ പ്രകടിപ്പിക്കുന്നത്. അവരുടെ ഗുരുനാഥന്മാരെ ആരാധിക്കുന്നതിനും പ്രീതിപ്പെടുത്തുന്നതിനും ആണ് അവർ ഇരുള നൃത്തം കളിക്കുന്നത്. അവർക്ക് എല്ലാം അവരുടെ ഗുരുനാഥന്മാരാണ്. കാടും മേടും വൃക്ഷങ്ങളും ജീവജാലങ്ങളും എല്ലാം അവർക്ക് ഈശ്വര സ്വരൂപം. ആദിവാസികൾ ധാരാളം താമസിക്കുന്ന ഒരു പ്രദേശമാണ് അട്ടപ്പാടി. അവരിൽ തന്നെ ഇരുള വിഭാഗമാണ് കൂടുതലുള്ളത്. ഇരുള ഭാഷ അവർ സംസാരിക്കുന്ന ഭാഷയാണ്. അത് വാമൊഴിയായിട്ട് വന്നതാണ് എന്ന് പറയുന്നു. ലിപിയുടെ പ്രാമാണികതയൊന്നും ഈ ഭാഷയ്ക്ക് അവകാശപ്പെടാനില്ല. ആശയവിനിമയത്തിനും അവരുടെ കലയ്ക്കും സാഹിത്യത്തിനും വേണ്ടിയാണ് ഈ ഭാഷ അവരുപയോഗിക്കുന്നത്. അടുത്ത സമയത്ത് സംസ്ഥാന സർക്കാർ കലോത്സവത്തിൽ ഇരുള നൃത്തം ചേർത്തിട്ടുണ്ട്. ഗോത്രവർഗ സംരക്ഷണത്തിൻ്റെ ധാരാളം സവിശേഷതകൾ ഉള്ള ഒരു സാംസ്കാരിക സംഗമ ഭൂമിയാണ് അട്ടപ്പാടി. തമിഴ്നാട്ടിൽ നിന്നും കൃഷിക്ക് കുടിയേറിയ തമിഴ് ജനത, അതിൽ കൗണ്ടർ വിഭാഗമാണ് കൂടുതലുള്ളത്. മറ്റു വിഭാഗങ്ങളും ഉണ്ട്. ഉത്തര ദക്ഷിണ കേരളത്തിൽ നിന്നും കൃഷിക്കായി വന്ന ഒരു വിഭാഗവും മലപ്പുറം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വ്യാപാരത്തിന് കുടിയേറിയവരും കർണാടക, മൈസൂർ തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്ന് വന്നവരും ഈ സ്ഥലത്ത് കാണാവുന്നതാണ്. 5-ലധികം ഭാഷ അട്ടപ്പാടിയിൽ ഉണ്ട്. ഹിന്ദി സംസാരിക്കുന്നവർ, കന്നഡ, തെലുങ്ക്, മലയാളം, തമിഴ്, ഇരുള ഭാഷ തുടങ്ങിയവയാണ് അവ. ഇതെല്ലാം കൂടെ ചേർന്ന ഒരു സാംസ്കാരിക സംഗമ ഭൂമിയാണ് അട്ടപ്പാടി. 196 ഊരുകൾ ഇവിടെയുണ്ട്. ഇരുളർക്ക് കൃത്യമായ ഒരു ജീവിത ചിട്ട ഉണ്ട്. ജീവിതത്തിന് അതിൻ്റേതായ ഒരു തനിമയും ഘടനയുമുണ്ട്. എല്ലാ ഊരുകളിലും ആരാണ് അതിൻ്റെ പ്രധാനി എന്ന് ചോദിച്ചാൽ ഊരുമൂപ്പൻ എന്നാണ് ഉത്തരം. മൂപ്പരുടെ കീഴിൽ പല ഡിപ്പാർട്ട്മെൻറ്റുകളുമുണ്ട്. ആ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ വിദ്യാഭ്യാസം, സാംസ്കാരികം, കൃഷി, ആരോഗ്യം തുടങ്ങിയ കാര്യങ്ങൾ അവർ നടത്തിക്കൊണ്ടു പോകും. ആലപ്പുഴ ജില്ലയേക്കാൾ വിസ്തൃതിയുണ്ട് അട്ടപ്പാടിക്ക്. 3 പഞ്ചായത്തുകളിലായി 47 വാർഡുകൾ അട്ടപ്പാടിയിലുണ്ട്. പുതൂർ, ഷോളയൂർ, അഗളി എന്നിവയാണ് ഈ പഞ്ചായത്തുകൾ. ഏതാണ്ട് 77,000 ആദിവാസികളും മറ്റ് വിഭാഗങ്ങളും ചേർന്ന് 1,10,000. കേരളത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് വന്നവരടക്കം 1,75,000 ആളുകൾ അട്ടപ്പാടിയിൽ ഉണ്ട് എന്നാണ് ഏകദേശം ഒരു കണക്ക്. നെല്ലിപ്പതിയിലെ മല്ലീശ്വര വിദ്യാനികേതൻ സ്കൂള് 1991 ആലുവയിൽ നിന്ന് വന്ന ശ്രീ പെരുമാൾ എന്ന ഒരാളാണ് തുടങ്ങിയത്. ഗൂളിക്കടവിനടുത്താണ് കുറച്ച് കുട്ടികളുമായി ഇത് ആദ്യം തുടങ്ങിയത്. ഇന്ന് 600-നടുത്ത് കുട്ടികളുമായി സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ അംഗീകാരത്തോടുകൂടി ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളായിട്ട് ഇത് പ്രവർത്തിക്കുന്നു. അട്ടപ്പാടിയിലെ വിവേകാനന്ദ മെഡിക്കൽ മിഷൻ ഈ സ്കൂളിൻ്റെ പ്രവർത്തനത്തിന് മേൽനോട്ടം വഹിക്കുന്നു. 250-ൽ കൂടുതൽ ആദിവാസി കുട്ടികളും 100-ൽ പരം നിർധനരായ മറ്റു കുട്ടികളുമടക്കം 350-ൽ പരം കുട്ടികൾ തികച്ചും സൗജന്യമായിട്ടാണ് ഇവിടെ പഠിക്കുന്നത്. ആരോഗ്യം, അവരുടെ ശാരീരിക, മാനസിക, ബൗദ്ധികമായ സർവ്വതും ഈ വിദ്യാലയം ഏറ്റെടുത്ത് ചെയ്യുന്നു. കൂടാതെ മുഴുവൻ കുട്ടികൾക്കും
മറ്റുള്ളവർക്കും ഉച്ചഭക്ഷണവും സൗജന്യമായി ഏർപ്പെടുത്തിയിരിക്കുന്നു. വിദ്യാലയത്തിൻ്റെ മികവാർന്ന പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ധാരാളം പ്രസ്ഥാനങ്ങളുടെ സഹായത്തോടെ മികച്ച നിലവാരത്തിലുള്ള സ്കൂൾ കെട്ടിടവും മറ്റു പഠന സൗകര്യങ്ങളും ഇപ്പോൾ ഈ വിദ്യാലയത്തിൽ ഉണ്ട്. കുട്ടികൾക്ക് വേണ്ട നല്ലൊരു ഹോസ്റ്റലും ഇവിടെ പ്രവർത്തിച്ചു വരുന്നു. ഈ ഹോസ്റ്റലിൽ 20-ൽ പരം കുട്ടികൾ ഇപ്പോഴുണ്ട്. കൂടുതൽ കുട്ടികൾക്ക് താമസിച്ചു പഠിക്കുന്നതിനുള്ള ഹോസ്റ്റൽ കെട്ടിട നിർമ്മാണം വളരെ വേഗം നടന്നു വരുന്നു. വിദ്യാനികേതൻ്റെ നേതൃത്വത്തിൽ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും സമർപ്പിതരായ ഗുരുക്കന്മാരും മറ്റു പ്രവർത്തകരും ഇവിടുത്തെ കുട്ടികളുടെ ഉന്നമനത്തിനും ഐശ്വര്യത്തിനും പുരോഗതിക്കുമായി ഇവിടെ വന്ന് താമസിച്ച് പ്രവർത്തിക്കുന്നു. ആ ഒരു കാഴ്ച അത്ഭുതം തന്നെയാണ്. അതും പരിമിതമായ സൗകര്യം മാത്രമുള്ള അട്ടപ്പാടിയിൽ. അവരെ നമുക്ക് ഈ അവസരത്തിൽ നമിക്കാം. അട്ടപ്പാടിയുടെ സമഗ്രമായ പുരോഗതിക്ക് ഈ വീഡിയോ ഉപകരിച്ചാൽ എന്ന പ്രതീക്ഷയോടെ കൂടുതൽ സുമനസ്സുകൾ സഹായിക്കട്ടെ ഈ വിദ്യാലയത്തിനെയും മറ്റും എന്ന് പ്രാർത്ഥിക്കുന്നു. പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു ജനവിഭാഗത്തിന് കൈത്താങ്ങാകാൻ ഈ വീഡിയോ പ്രചരിക്കട്ടെ. എല്ലാ ഊരുമുപ്പന്മാരെയും പ്രണമിക്കുന്നു. പ്രത്യേകിച്ച് മല്ലീശ്വരൻ മുടിയെയും. ഈ സാംസ്കാരിക സംഗമഭൂമി കേരളത്തിന്, പ്രത്യേകിച്ച് ഭാരതത്തിന് മുതൽക്കൂട്ടാകട്ടെ എന്ന പ്രതീക്ഷയോടെ നിർത്തട്ടെ. നമസ്കാരം. എൻ്റെ പേര് വിനയപ്രസാദ്, ഞാൻ പഠിക്കുന്നത് 7ാം ക്ലാസ്.